ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ആർ ചന്ദ്രശേഖരൻ. ഇപ്പോൾ ആശാ സമരത്തിനെതിരായ നിലപാട് INTUC സംസ്ഥാന നേതൃത്വം തിരുത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രതികരണമാണ് ഞങ്ങൾ അങ്ങയോട് തേടുന്നത്. ഇത്രയും നാൾ അങ്ങ് ഈ സമരത്തെ തള്ളിപ്പറയുകയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ മനംമാറ്റം? ഞാൻ ഇന്ന് വരെ ഈ സമരത്തിന് എതിരായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഈ സമരം ആ സംഘടന നടത്തുന്ന സമരമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന്, ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അതുപോലെ കേന്ദ്ര പദ്ധതി തൊഴിലാളികൾ എല്ലാ കാലത്തും എന്ത് ചെയ്യണം, അതിന്റെ നിലപാടുകൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു കൃത്യമായ നിലപാട് INTUCക്ക് മാത്രമല്ല എല്ലാ കേന്ദ്ര തൊഴിലാളി സംഘടനകൾക്കും കഴിഞ്ഞ 12 വർഷമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആശാ വർക്കർമാരുടെ ഒരു ജീവിതക്രമം കൃത്യമാക്കി ഒരു തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു നിലപാട് ഈ കാര്യത്തിൽ INTUC ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നടക്കുന്ന സമരങ്ങൾ അത് ഏത് വിധത്തിലുള്ളതായാലും ഏത് സംഘടനയായാലും ആ സമരത്തിന്റെ ആ മുറവിളിയെ തീർച്ചയായിട്ടും നമുക്ക് പിന്തുണയ്ക്കേണ്ടതായി. സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 51 ദിവസങ്ങൾ പിന്നിട്ടല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഇത്തരത്തിലൊരു പിന്തുണ കണ്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞ ഇന്ത്യയിൽ ഒരു 100ഓളം തൊഴിലാളി സംഘടനകളുണ്ട് സംസ്ഥാന കേന്ദ്ര നിലവാരത്തിലൊക്കെ ഉള്ള. ആ സംഘടനകളെല്ലാം ഒറ്റ ദിവസം ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നവരല്ലല്ലോ. ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ നിലപാടും അതിൻ്റെതായ കമ്മിറ്റികളും ഘടനകളും ചിന്താഗതികളും അതിന്റെ എടുത്തിട്ടുള്ള നിലപാടുകളും ഒക്കെ ഉണ്ടല്ലോ. ആ നിലപാടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ AITUCയും കൂടെ ഉള്ള നിലപാട്. ഞങ്ങൾ കേന്ദ്ര സംഘടനകൾ ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൽ ഒരു മാറ്റവും INTUC വരുത്തിയിട്ടില്ല. അങ്ങ് മുൻപ് തൊട്ട് പറയുന്നത് ഈ ഓണറേറിയം എന്നതല്ല ആവശ്യം, അവരെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കി സർക്കാർ അവർക്ക് ശമ്പളം നൽകണമെന്നുള്ളതാണല്ലോ. അപ്പോൾ അവർ ഉന്നയിക്കുന്നതിലും ഉപരിയായ ഒരു വലിയ ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ചില കോൺഗ്രസ് നേതാക്കളുടെ വലിയ വിമർശനവും വന്നിരുന്നല്ലോ. ഇപ്പോൾ K കരുണാകരനെ പോലെ ഒരാൾ സ്ഥാപിച്ച INTUC പോലെയുള്ള ഒരു സംഘടനയെ ഒരു പിണറായി വിലാസം സംഘടനയാക്കി മാറ്റുന്നുവെന്നൊക്കെ തരത്തിലുള്ള വിമർശനം K മുരളീധരന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അങ്ങിപ്പോൾ ഈ സമരത്തോട് ഒരു സമവായം പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ K കരുണാകരനും VK നായർ സാറും സ്ഥാപിച്ച ഒരു സംഘടനയാണെന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആർക്കും കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ആരും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കിയത് K കരുണാകരനൊരു INTUC സംസ്ഥാന മന്ദിരം ഉണ്ടാക്കിയപ്പോൾ അതിന് പേരിട്ട ആളാണ്. അതിന്റെ ആ സംഘടനയുടെ പേരാണ് INTUC എന്നുള്ളത്. അതൊക്കെ അങ്ങ് നിൽക്കട്ടെ. ഓരോ ആളുകൾക്ക് ഓരോ സമയത്ത് പറയാനുള്ളത് പറഞ്ഞോട്ടെ, നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച നിലപാട് വളരെ വ്യക്തമാണ്. ഒരു തൊഴിലാളി 4-5 വർഷക്കാലം തുടർച്ചയായിട്ട് ഏത് പദ്ധതിയിൽ ജോലി ചെയ്താലും അവർക്കൊരു തൊഴിലാളിയുടെ സ്റ്റാറ്റസ് കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ആനുകൂല്യങ്ങൾ കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി അതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതി പ്രീ പ്രൈമറി സ്കൂളിന് കൊടുത്തേക്കുന്ന വിധി അതാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അംഗീകരിക്കുന്ന നിയമങ്ങളും അതനുസരിച്ചുള്ള നിർവചനങ്ങളും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ നടപ്പാക്കേണ്ടതാണ്. അതിന് അപ്പീൽ പോകാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പൊ കേരള ഗവൺമെന്റ് ഇന്നത്തെ എന്റെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്, കേരള ഗവൺമെന്റ് അടിയന്തരമായി ഇത് ഇടപെട്ട് അടിയന്തരമായി ചർച്ച ചെയ്തതിന് പരിഹാരമുണ്ടാക്കണം എന്ന ഒരു നിലപാടാണ് INTUC ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ INTUC പൂർണ്ണ നിലയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഇപ്പോൾ ഈ സമരത്തോടൊപ്പം നിൽക്കുന്നു എന്നാണോ പറയുന്നത്? കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ ഇത് SUCIയുടെ ഒരു സമരമാണ്, അവർ വിളിക്കുന്നിടത്തോ അല്ലെ അതിന് പരിസരത്ത് പോലും പോകില്ല എന്നൊരു നിലപാടിലായിരുന്നല്ലോ. ഞങ്ങൾ ഏത് നിലപാടെടുക്കുന്നോ അത് പൂർണ്ണമായി ഹൃദയം തുറന്നുള്ള നിലപാടാണ്. അത് ഹൃദയം അടച്ചു വെച്ചുകൊണ്ടുള്ള നിലപാടെടുക്കാൻ അറിയുന്നവരല്ല ഞങ്ങളാരും. 40-48 വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നവരാണ്. അന്തർദേശീയ തലങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാൾ. ഞാൻ ഒരിക്കലും ഒരു തൊഴിലാളിയുടെ സമരത്തിനും ഞാൻ എതിരല്ല. പക്ഷേ വിവിധ സംഘടനകൾ എന്നുള്ള നിലയിൽ ആ സംഘടനയുടെ നിലപാടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അത്ര മാത്രമേ ഇതിനെ കാണാവൂ, അങ്ങനെ കാണാവൂ. ശ്രീ ആർ ചന്ദ്രശേഖരൻ, അവസാനമായി ഒറ്റ ചോദ്യവും കൂടി. താങ്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരപന്തലിൽ എത്തുമോ? തീർച്ചയായിട്ടും നാളെ INTUCയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും നാളെ രാവിലെ ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. അതിൽ നമ്മൾ തീരുമാനം എടുത്തിട്ട് തീർച്ചയായിട്ടും അവർക്ക് പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് കാര്യത്തിലും എപ്പോഴും ഉണ്ടാവും. അങ്ങ് നേരിട്ടെത്തും? അത് ഉറപ്പായിട്ടും അതിന് നാളെ തീരുമാനിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ ആർ ചന്ദ്രശേഖരൻ പ്രതികരിച്ചതിന്.